ഇന്ത്യൻ കോടതികൾക്ക് നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചില വ്യത്യാസങ്ങൾ വന്നതായിട്ട് കാണുന്നു. സമ്പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല, പക്ഷേ മാറ്റത്തിലേക്കുള്ള ഒരു തുടക്കം പല സ്ഥലത്ത് കാണാനുണ്ട്, പല കോടതികളിൽ അത് കാണാനുണ്ട്. ഉദാഹരണം നമുക്ക് സുപ്രീം കോടതിയിൽ തന്നെ തുടങ്ങാം. അവിടെയാണല്ലോ വലിയ ത്വരപ്പന്മാർ കപിൽ സിബൽ, പ്രശാന്ത് ഭൂഷൺ, അഭിഷേക് മനു സിംഗ്വി ഇവരൊക്കെ ഡീഫാക്റ്റോ ചീഫ് ജസ്റ്റിസായിട്ട് പെരുമാറുന്ന ഒരു സ്ഥലമാണ് സുപ്രീം കോടതി എന്ന് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമാണ്. അവർ ചെന്നാൽ അവർക്ക് സ്റ്റേ ഓർഡർ കിട്ടും, അവർക്ക് ജാമ്യം കിട്ടും, അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് കിട്ടും, ഏത് ഉത്തരവും വാങ്ങാൻ അവർക്ക് പ്രാപ്തിയുണ്ട്. അവിടെ നിന്ന് പിന്നെ മുന്നോട്ടെങ്ങനെ പോകുന്നു എന്നുള്ളത് വേറെ കാര്യം കേട്ടോ. പലപ്പോഴും ഇത് അവസാനം ഡിസാസ്റ്ററിലാണ് കലാശിക്കാറുള്ളത്. എന്നാലും ഫസ്റ്റ് റൗണ്ടിൽ അവർ വിജയിക്കുകയും ടി വിയിൽ വലിയ ഹെഡ്ലൈൻസ് വരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയാണ്, കഴിഞ്ഞു കേസ് എന്നുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ട് കാശുണ്ടാക്കും. അതാണ് പരിപാടി. ഒരു അപ്പിയറൻസിന് 30 ലക്ഷം രൂപയൊക്കെയാണെന്നേ, എണീറ്റ് നിന്നാൽ 30 ലക്ഷം രൂപയാണ്. ഇപ്പോൾ വഖഫ് കേസിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ ഒരു ദിവസം 30 ലക്ഷം രൂപയാണ് കപിൽ സിബലിന് മിനിമം. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പരിവാരങ്ങൾക്ക് വേറെ കൊടുക്കണം, ക്ലാർക്കിന് കൊടുക്കണം, അതിന് കൊടുക്കുമ്പോൾ എന്താ കാശ് മറിയുന്ന വിചാരം സുപ്രീം കോടതിയിലെ വക്കീലന്മാർക്ക്. അത് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ മീഡിയയിലൊക്കെ വലിയ ആളായിട്ട് കാണപ്പെടണം. ഡാഷ് ബിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ആളുകളെ മയക്കി കയ്യിലെടുക്കണം. പിന്നെ രാഷ്ട്രീയ സ്വാധീനം ഇതൊക്കെ ഇത് ചെയ്ത് പയറ്റി തെളിഞ്ഞ ആളാണ് കപിൽ സിബൽ. അഭിഷേക് മനു സിംഗ്വി അതുപോലെ തന്നെ, പ്രശാന്ത് ഭൂഷൺ അതുപോലെ, അവരുടെ കുറേ പേരുണ്ട്. വൃന്ദ ഗ്രോവർ, രാജീവ് ധവാൻ, ഇത് വലിയ വൻ കമ്പനി, അർബൻ നക്സൽസിൻ്റെ കമ്പനിയുണ്ട്. ഇവരൊക്കെ ഉള്ളപ്പോൾ പോലും ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻകാർ ഡൽഹിയെ ലാക്കാക്കി മിസൈൽ അയച്ചു. അത് ഏകദേശം പരസ്യമാണിപ്പോൾ. 1-2 മിസൈലുകൾ ഡൽഹിയെ ലാക്കാക്കി വന്നു. പാകിസ്ഥാൻ അയച്ചത് അവരുടെ ഫത്തേ സീരീസിലുള്ള മിസൈലുകളിൽ ഒന്നാണ്. ഫത്തേ 1, ഫത്തേ 2, ഫത്തേ 3 ഇങ്ങനെ 3 മിസൈലാണ് ഫത്തേ സീരീസിൽ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത്. അതിൽ ഫത്തേ 2 ആണ് ഡൽഹിക്ക് വേണ്ടി അവർ കരുതി വെച്ച് അയച്ചത്. ഫത്തേ 2 മിസൈൽ 900 മുതൽ 1200 കിലോമീറ്റർ വരെ പോയി അറ്റാക്ക് ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ്. ബട്ട് നിർഭാഗ്യവശാൽ പാകിസ്ഥാൻ്റെ നിർഭാഗ്യവശാൽ നമ്മളുടെ ആകാശ് മിസൈൽ, ബറാക്ക് മിസൈല്, പിന്നെ ഈ പറഞ്ഞ S-400 റഷ്യയുടെ, ബറാക്ക് ഇസ്രായേലിൽ നമ്മൾ വാങ്ങിയതാണ്, ആകാശ് നമ്മുടെ സ്വന്തമാണ്. മറ്റ് 2 സംവിധാനങ്ങളും നമ്മൾ ഇന്ത്യനൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് അതിൽ നമുക്ക് എന്തൊക്കെ ചേർക്കണം, കൂട്ടിച്ചേർക്കണം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനമായിട്ട് കൂട്ടിച്ചേർക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കൈക്ക് പെട്ടുപോയി ഈ ഫത്തേ. എന്നിട്ട് ഡൽഹിയിൽ നിന്നൊരു 260 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി സിർസ എന്ന സ്ഥലം, ഹരിയാനയുടെ ഒരു മൂലയാണത്. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ ഈ 3 സംസ്ഥാനങ്ങളും യോജിക്കുന്ന ഒരു മൂല, അവിടെയുള്ള സ്ഥലമാണ് സിർസ. അവിടെ നമുക്ക് പട്ടാള താവളമൊക്കെ ഉണ്ട് ഇന്ത്യയുടെ. അവിടെ വെച്ച് ഈ ഫത്തേ മിസൈലിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തു താഴെയിട്ടു. അങ്ങനെ ദില്ലി രക്ഷപ്പെട്ടു. ബട്ട് സുപ്രീം കോടതി ജഡ്ജിമാർ ഇതൊക്കെ അറിയുമല്ലോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഈ അറിയിപ്പൊക്കെ പോവും, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു ചെയ്തില്ല എന്നൊക്കെ ഉള്ളത്. നമ്മളെപ്പോലെ പത്രസമ്മേളനം പട്ടാളക്കാരുടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിനില്ല. ചീഫ് ജസ്റ്റിസിന് ബ്രീഫിംഗ് വേറെയുണ്ട്, ഇൻ്റലിജൻസിൻ്റെ, മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഒക്കെ. അവർ അപ്ഡേറ്റാണ് ഓരോ നിമിഷവും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ യുദ്ധസമയത്തും ഒരുപക്ഷെ രാത്രിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാകും, ചീഫ് ജസ്റ്റിസ് ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ ഈ എല്ലാ ഇൻഫർമേഷനും കയ്യിലുണ്ട്. ഇതിൻ്റെ ഒരു ഷോക്ക് കോടതിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കാരണം ആ രാത്രി ഡൽഹി ആക്രമിക്കപ്പെട്ടു, സുവർണക്ഷേത്രം ആക്രമിക്കപ്പെട്ടു. സുവർണക്ഷേത്രം ഇതുപോലെ നമ്മുടെ മിസൈലുകൾ അവരുടെ വിമാനങ്ങളെയും മറ്റ് മിസൈലുകളെയും ഒക്കെ ആക്രമിച്ച് ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ച് തീർക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു പോറൽ പോലും സുവർണക്ഷേത്രത്തിന് ഏറ്റില്ല. ഏറ്റ് കഴിഞ്ഞാൽ
അത് സിഖുകാരുടെ ഒരു പ്രശ്നമാക്കി മാറ്റാം എന്നായിരുന്നു പാകിസ്ഥാൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെയാണ് അവർ ചെയ്തത്. 7-ാം തീയതി വെളുപ്പിന് 2:22 അവരുടെ DGISPR ISIയുടെ വക്താവ് അയാൾ വെളുപ്പിന് 2:22 ഒരു വീഡിയോ പുറത്തുവിടുന്നു. ആ വീഡിയോയിൽ അയാൾ അവകാശപ്പെടുന്നത് ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ വ്യോമസേന അമൃത്സറിനെ ആക്രമിക്കുന്നു മിസൈൽ കൊണ്ട് എന്നാണ്. ചേടാ, ആളുകൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതും തിപ്പിരാന്ത്. പക്ഷേ നമ്മുടെ പട്ടാളക്കാർക്ക് മനസ്സിലായി പാകിസ്ഥാൻ അമൃത്സറിൽ സുവർണക്ഷേത്രം ആക്രമിക്കാൻ പോവുകയാണ്. എന്നിട്ട് അത് നമ്മുടെ പട്ടാളത്തിൻ്റെ തലയിൽ വെച്ച് നമ്മുടെ പട്ടാളം ഇതിൻ്റെ അക്കൗണ്ടിൽ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അക്കൗണ്ടിൽ സുവർണക്ഷേത്രം തകർത്തു എന്ന് പറഞ്ഞിട്ട് പ്രൊപ്പഗാൻഡ തുടങ്ങുക. ഇതൊക്കെയായിരുന്നു ഡിസൈൻ. പക്ഷേ ഇത്തരം ഡിസൈനുകളൊക്കെ പണ്ട് ചിലവാകുമായിരുന്നെങ്കിലും ഇപ്പോൾ അത് ചിലവാകുന്നില്ല. അതിന് മുമ്പ് തന്നെ ഇവൻ്റെ ഈ ഡിസൈൻ നമ്മളുടെ സോഷ്യൽ മീഡിയയും പൊളിക്കും, പട്ടാളക്കാരും പൊളിക്കും. അങ്ങനെ സുവർണക്ഷേത്രത്തിനും ഒരു പോറലേറ്റില്ല. സുപ്രീം കോടതിക്കോ ഡൽഹിക്കോ ഒന്നും ഒരു പോറലും ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഇതിൻ്റെ ഞെട്ടൽ ഭയങ്കരമാണ്. ആ ഞെട്ടലിനെ തുടർന്നായിരിക്കാം സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ്സിലെല്ലാം ചില വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. ആദ്യത്തെ വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചത് അത് കേസിൻ്റെ വിധിയൊന്നുമല്ല, പ്രൊസീഡിങ്സാണ്. ഒരു കേസ് കോളിൻ ഗൺസാൽവസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭൂലോകത്തൊരപ്പനുണ്ട് അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിൽ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, കോളിൻ ഗൊൺസാൽവസ്. ഈ കോളിൻ ഗൊൺസാൽവസാണ് ഓടിപ്പാഞ്ഞ് സുപ്രീം കോടതിയിൽ വരുന്നു, നെഞ്ചത്തടിക്കുന്നു, നിലവിളിക്കുന്നു. എൻ്റെ പൊന്നച്ച 38 റോഹിംഗ്യ മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കൊണ്ടുപോയി അവിടുന്ന് ബോട്ടിൽ കയറ്റിയിട്ട് ബർമ്മയ്ക്കടുത്ത് കടലിൽ ഉന്തിയിട്ടു. അതിന് ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇതാണ് ഇയാളുടെ ആവശ്യം. സുപ്രീം കോടതി, നമ്മുടെ ജസ്റ്റിസ് സൂര്യകാന്താണ്. സൂര്യകാന്ത് പ്രശസ്തനാണ്. ഒരു ഹിന്ദു കേസുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അടിച്ച് മിന്നിച്ച് 4 ചീത്തയൊക്കെ പറഞ്ഞ് വലിയ ഷോയൊക്കെ നടത്തി ടി വിയിൽ വരുന്ന ആളാണ്. ബട്ട് ഈ സൂര്യകാന്തിൻ്റെ അടുത്ത് ഈ മാറ്റർ ചെന്ന് കഴിഞ്ഞപ്പോൾ സൂര്യകാന്ത് കോളിൻ ഗൺസാൽവസിന് നേർക്ക് തട്ടിക്കയറി. ഞാനിത് സുപ്രീം കോടതിയിൽ പോയി കണ്ടതല്ല, ലൈവ് ഉണ്ടല്ലോ, ഇപ്പോൾ ടെലികാസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യകാന്ത് ഒരു ചീറ്റലങ്ങോട്ട്, തനിക്ക് എവിടെ നിന്ന് കിട്ടി വിവരം? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ബർമ്മയിൽ നിന്ന് ഫോൺ വന്നു. ബർമ്മയിൽ നിന്ന് ഫോണോ? ആര് ഫോൺ ചെയ്തു തനിക്ക്? താൻ എന്തിനാ ബർമ്മയെ വിളിച്ചതെന്നൊക്കെ ചോദിച്ചു 4 അങ്ങോട്ട് വരട്ടി. കോളിൻ ഗൺസാൽവസ് അങ്ങനെ വരണ്ട് മാറുന്ന ആളൊന്നുമല്ല. അയാൾ വലിയ ഫയലും കടലാസും ഒക്കെ എടുത്തിട്ട് യുവർ ലോഡ്ഷിപ്പ് ഇത് കേക്ക്, ഇത് കണ്ടോ, ഫോൺ വന്നു, 38 പേരുണ്ട്, അവരെ കടലിലെറിഞ്ഞു, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഈ സ്റ്റോറിയൊക്കെ കൊണ്ട് ഞങ്ങളെ വരട്ടാൻ നടക്കണ്ട. ഒരു കാര്യം ചെയ്യും, ഇതുപോലത്തെ കേസുകളെല്ലാം കൂടെ ജൂലൈയിലോ മറ്റോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങ് ടാഗ് ചെയ്ത് വിടും. എന്നിട്ട് തനിക്ക് വല്ല തെളിവോ സംഗതി ഉണ്ട്, വെറുതെ ബർമ്മയിലെ ആളെ വെള്ളത്തിൽ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരരുത്, ഉള്ള കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു വരട്ടങ്ങ് വരട്ട്. ഞാൻ അന്തം വിട്ട് പോയിച്ചിടാ. സൂര്യകാന്ത് കോളിൻ ഗൺസാൽവസിനെ വരട്ടുന്നു. ഇന്ന് വരെ നടക്കാത്ത കാര്യമാണ്. അതും റോഹിംഗ്യ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ പരമപരിശുദ്ധ പരിപാവനമായ ടീമാണ്. അവരെയൊക്കെ തൊട്ടാലുണ്ടല്ലോ, നമ്മളെയൊക്കെ വെടിവെച്ച് കൊന്നാൽ സുപ്രീം കോടതി ഒന്നും മിണ്ടുകയില്ല. പക്ഷേ അവർക്ക് 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുത്തില്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി നേരിട്ട് ഇറങ്ങി പള്ളിക്കൂടത്തിൽ വന്നിട്ട് പള്ളിക്കൂടത്തിൻ്റെ ഹെഡ്മിസ്ട്രസ്സോ പ്രിൻസിപ്പലോ ആരാന്ന് വെച്ചാൽ അവരെ വിളിച്ചിട്ട്, ഈ കൊച്ചിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് റോഹിംഗ്യ മുസ്ലിമാണ്, തൊട്ടുപോകരുത്. ഉച്ചയ്ക്ക് ശാപ്പാട്, വൈകുന്നേരമുള്ള ശാപ്പാട്, ഇതിനുള്ള താമസത്തിൻ്റെ ഏർപ്പാട് എല്ലാം നിങ്ങൾ ചെയ്തോളണം. ഇതാണ് സുപ്രീം കോടതി. റോഹിംഗ്യ മുസ്ലിങ്ങളെ ഇങ്ങനെ പൊന്നുപോലെ സംരക്ഷിക്കുന്നവരാണ്. ആ സുപ്രീം കോടതിയാണ് റോഹിംഗ്യ മുസ്ലിങ്ങൾ 38 എണ്ണത്തെ വെള്ളത്തിൽ ഉന്തിയിട്ടു എന്ന് പറഞ്ഞിട്ട് പോടാ അവിടെ നിന്ന് ആട്ടിവിടുന്നു. എന്തൊരത്ഭുതം! അതും ജസ്റ്റിസ് സൂര്യകാന്ത്, എന്തൊരത്ഭുതം! എന്നിട്ട് കേസ് ജൂലൈയിലേക്ക് അതിൻ്റെ കൂടെ അങ്ങ് മറ്റ് കേസുകളുടെ കൂടെ അങ്ങ് ടാഗ് ചെയ്തു, പിന്നെ നോക്കാം എന്ന് പറയുന്നു. ഇതൊരു വലിയ മാറ്റമല്ലേ? മാറ്റം വരുമ്പോൾ നമ്മൾ മാറ്റം വരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞു വേറൊരു ബെഞ്ചിൽ ഒരു LTTE-കാരൻ, അവനെ അവിടെ ശ്രീലങ്കയിൽ തീവ്രവാദിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ജയിലിൽ പിടിച്ചിടുമെന്ന് പറഞ്ഞ് ആശാൻ അവിടെ നിന്ന് പാഞ്ഞു ഓടി ഇവിടെ മദ്രാസിൽ വന്നു. ഇവിടെ UAPA കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പോലീസ് അവനെ പിടിച്ചു. എന്നിട്ട് മജിസ്ട്രേറ്റ് കോടതി 10 വർഷത്തെ തടവിന് വിധിച്ചു. ആശാൻ ജയിലിൽ കിടന്നു.
ഒരു അപ്പീലും ഫയൽ ചെയ്തു മദ്രാസ് ഹൈക്കോടതി. മദ്രാസ് ഹൈക്കോടതി ഇയാളുടെ ശിക്ഷ 10 വർഷം എന്നുള്ളത് 7 വർഷമാക്കി കുറച്ചിട്ട് പറഞ്ഞു, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ശിക്ഷ കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ഥലം വിട്ടോളണം ശ്രീലങ്കയിലേക്ക്. ശിക്ഷ കഴിഞ്ഞ് ഇയാളെ കൊണ്ടുപോകേണ്ടത് ഡിറ്റൻഷൻ സെൻറ്ററാണ്. ഡിറ്റൻഷൻ സെൻറ്ററിൽ നിന്ന് നേരെ ശ്രീലങ്കയ്ക്ക് വിട്ടോളണം, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരു ജഡ്ജ്മെൻ്റ് എഴുതി കയ്യിൽ കൊടുത്തു. 7 വർഷം കഴിഞ്ഞ് ജയിൽ കഴിഞ്ഞ് ഇയാൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതിയിൽ കൊണ്ടുവന്ന് ചലഞ്ച് ചെയ്തു. ചടാ, സുപ്രീം കോടതി ഇത് കണ്ടിട്ട് പറഞ്ഞു, എന്ത് പോക്രിത്തരമാണ്, താനെ ശ്രീലങ്കയിൽ കുറ്റം ചെയ്തു എന്നിട്ട് ഒളിച്ച് ഇന്ത്യയിൽ വന്നു, ഇന്ത്യയിൽ കുറ്റം ചെയ്തു ഇവിടുത്തെ ജയിലിൽ പിടിച്ചിട്ടു, ഇപ്പോൾ ഞാൻ തിരിച്ച് ശ്രീലങ്കയിൽ പോകില്ല എന്നാണ് ഈ ആശാൻ്റെ വാദം. ഞാനിവിടെ കല്യാണമൊക്കെ കഴിച്ച് മദ്രാസിൽ സുഖമായിട്ട് താമസിക്കുകയാണ്, എന്നെ ഇനി തിരിച്ച് ശ്രീലങ്കയിൽ വിടരുത്, എന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവരവിടുത്തെ ജയിലിടുക, എന്നെ ചവിട്ടിക്കൊല്ലും. അപ്പോൾ ഇവർ ചോദിച്ചു, ഇതെന്താ ഇത്, ഇന്ത്യയിലേക്ക് എല്ലാവരും കൂടെ തള്ളിക്കറിപ്പ്, ഇത് ധർമ്മശാലയോ, എന്താ സംഭവം, എന്താ, താൻ മര്യാദയ്ക്ക് തിരിച്ച് ശ്രീലങ്കയ്ക്ക് പൊക്കോളണം, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പേടിയാണ്. അവിടെ പോകാൻ പേടിയാണെന്ന് വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ പൊക്കോളണം, എടുത്തോണ്ട് പോടോ ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു വിരട്ടി ഡിവിഷൻ ബെഞ്ചാണ് ആ കേസ് അങ്ങോട്ട് ഡിസ്മിസ് ചെയ്തു, പോയി പണി നോക്കാൻ പറഞ്ഞു. ചരിത്രത്തിൽ ഇന്ന് വരെ വരാത്ത, കാരണം ശ്രീലങ്കൻ വംശജൻ, അയ്യോ എന്തൊരു വംശം എന്ന് എനിക്കറിയാൻ മേല. ശ്രീലങ്കയിൽ പ്രത്യേക വംശമുണ്ടോ? ഒരു പ്രത്യേക വംശക്കാരാണ് ശ്രീലങ്കക്കാർ, എനിക്കറിയില്ല. പക്ഷേ ശ്രീലങ്കൻ വംശജൻ. ഗുജറാത്തിൽ ചെന്ന് കഴിയുമ്പോൾ മുസ്ലിം വംശം, ഗുജറാത്തിൽ മാത്രം ഒരു മുസ്ലിം വംശം, കേരളത്തിലുള്ള മുസ്ലിങ്ങളൊക്കെ കേരള വംശമാണ്. അത് എന്ത് ഈ ഏർപ്പാട് എനിക്ക് മനസ്സിലാവില്ല. എന്തു ആയിക്കോട്ടെ, ഇതുപോലത്തെ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ശ്രീലങ്കൻ തമിഴ് വംശജൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാർക്കറ്റാണ് അർബൻ നക്സലുകളുടെ ഇടയ്ക്ക്. സുപ്രീം കോടതിയിൽ ഈ പറഞ്ഞ പോലെ രോഹിംഗ്യ മുസ്ലിം പോലെ വളരെ പരിപാവനമായിട്ട് സൂക്ഷിക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജീവ് ഗാന്ധിയെ കൊന്ന ഒറ്റ ഒരുത്തനും തൂക്കിക്കൊന്നില്ലല്ലോ, ആരെയും തൂക്കിക്കൊന്നില്ല. ലാസ്റ്റ് ഇരുന്നത് പേരറിവാളനാണ്, അയാളെയും ഇറക്കി വിട്ടു, ചുമ്മാ ഇറക്കി വിട്ടു, കുറേ കാലം ജയിലിലിട്ടു. പിന്നെ പറഞ്ഞു ഇതിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇയാൾ പ്രസിഡൻറ്റിന് ഒരു ദയാഹർജി കൊടുത്തിട്ടുണ്ട്, പ്രസിഡൻറ്റിൻ്റെ തീരുമാനം വന്നിട്ടില്ല, വർഷം 11 തുറന്നു വിടറോ അവന്. അങ്ങനെ രാജീവ് ഗാന്ധിയെ കൊന്ന ആൾക്കാരെ മുഴുവൻ ചുമ്മാ അങ്ങ് തുറന്നു വിട്ടു. കോൺഗ്രസ്സുകാരുടെ ഒത്താശയുണ്ടായിരുന്നു കേട്ടോ, അത് വേറൊരു കഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആസാമിൽ നിന്ന് വേറൊരു ഏടാകൂടം, റോഫിക്കുൽ ഹക്ക്, അങ്ങനെ ഒരു ചെറുക്കൻ, അവൻ ഫോറിനറാണ്. ആസാമിൽ 1971 ശേഷം ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന ആളുകളെ മുഴുവൻ ഫോറിനേഴ്സായിട്ട് കണക്ക് കൂട്ടും. അതിന് പ്രത്യേകം ട്രിബ്യൂണലുമൊക്കെ ഉണ്ട്. അവിടെ ഈ NRC, നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് ഓഫ് ആസാം, അത് പ്രത്യേക നിലവിൽ വന്നിട്ടുണ്ട്. കാരണം അത് സുപ്രീം കോടതി ഇടപെട്ട് വരുത്തിയതാണ്. 2012 ഒരു വിധിയിലൂടെ സുപ്രീം കോടതിയാണ് പറഞ്ഞത് അവിടെ NRC നടപ്പാക്കുന്നത്. നമ്മുടെ ഇവിടെ NRC നടപ്പാകില്ല, കാഗസ് നീ ദിഖായെങ്കിൽ ഒരു കടലാസും കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ, ഇതൊന്നും ആസാമിൽ നടക്കില്ല. ആസാമിന് വേറെ സുപ്രീം കോടതി നേരിട്ടിടപെട്ട് നടത്തുന്ന പരിപാടിയാണ്. ആ ചട്ടവും വകുപ്പും ഒക്കെ അനുസരിച്ച് ഇവൻ പുറത്തുനിന്ന് വന്നവനാണെന്ന് പറഞ്ഞിട്ട് ഇവനെ ഫോറിനറായിട്ട് ഡിക്ലെയർ ചെയ്തു. ഇവൻ ആ കേസിന് പോയി, ഗുവാഹത്തി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു നത്തിങ് ഡൂയിങ്, താൻ ഈ നാട്ടുകാരനല്ല പൊടോ എന്ന് പറഞ്ഞു. അപ്പീൽ വന്നു. അപ്പോൾ ഇയാളുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്, എൻ്റെ അച്ഛൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്, എൻ്റെ അപ്പൂപ്പൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്, എൻ്റെ SSLC ബുക്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇത് ഒറിജിനൽ കാണാതെ പോയി. അതെന്താണ് ഒറിജിനൽ കാണാതെ പോയത്? അത് സാറേ ഞാൻ 10 വർഷം കഴിഞ്ഞാണ് SSLC ബുക്കിന് മേടിക്കാനായിട്ട് സ്കൂളിൽ ചെന്നത്, അപ്പോൾ അത് കാണുന്നില്ല, അങ്ങനെ അവർ ഡ്യൂപ്ലിക്കേറ്റ് തന്നതാണ്. 10 വർഷം എടുത്തു താൻ SSLC പാസ്സായിട്ട് പിന്നെ ആ ബുക്ക് മേടിക്കാൻ. അല്ല, അത് അങ്ങനെ ചെയ്തു. ആ കൂടെ ഒരു പരുവക്കേട്. കാരണം ഡ്യൂപ്ലിക്കേറ്റ് SSLC ബുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇയാൾ പറഞ്ഞ പോലെ ഇയാളുടെ അച്ഛൻ അമ്മയൊക്കെ പല ബൂത്തിൽ പല വില്ലേജിലായിട്ട് കാണപ്പെടുന്നു. അച്ഛനുള്ള സ്ഥലത്തല്ല അമ്മ. മാത്രമല്ല 30 വയസ്സും 27 വയസ്സും ഒക്കെ ആയപ്പോഴാണ് ഇവർ വോട്ടർ ലിസ്റ്റിൽ ചേരുന്നത് തന്നെ. ആ ചേർച്ച ഒരു സുഖമില്ലാത്ത ഒരിടത്ത് നമ്മൾ താമസിക്കുകയാണെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ 18 വയസ്സ്, അല്ലെങ്കിൽ പണ്ട് 21 വയസ്സായിരുന്നു. 21 വയസ്സാകുമ്പം ചേർക്കുമല്ലോ, 21 22 ഒക്കെ ആയി
അന്നേരം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കും. ഇവർ ചേർത്തില്ല. ഒരാൾ 27 വയസ്സായപ്പോൾ മറ്റേ ആൾ 30 വയസ്സായപ്പോഴൊക്കെയാണ് ചേർന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഇയാൾ കാണിച്ച എവിഡൻസിനൊന്നും ഒരു കഴമ്പുമില്ലെന്നും അതുകൊണ്ട് ഇയാൾ ഫോറിനറാണെന്നും തീർത്ത് സുപ്രീം കോടതി അങ്ങ് പറഞ്ഞു. ഇറങ്ങിപ്പോടാ, നേരെ ഡിറ്റൻഷൻ സെൻറ്ററിൽ കൊണ്ടുപോകണം, എവിടെ നിന്നാണോ ഇയാൾ വന്നത് അങ്ങോട്ടേക്ക് വിട്ടോളണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിച്ചു. ഇങ്ങനെ അത്ഭുതകരമായ വിധികൾ വന്നുകൊണ്ടിരിക്കുകയാണ് കോടതികളിൽ നിന്ന്. ഇത് വേറൊരു കാര്യം നിങ്ങൾക്കറിയാം, നമ്മുടെ പർദിവാലയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ടല്ല. പർദിവാല സ്റ്റാലിൻ്റെ ഒരു 12 ബില്ലുകൾ ഗവർണർ പിടിച്ചു വച്ചിരുന്നത്, ആ 12ഉം ഡീംഡ് അസെൻറ്റ് കൊടുത്തു. ഗവർണർ ഒപ്പിട്ടതായിട്ട് കണക്ക് കൂട്ടുള്ളൂ എന്ന് പറഞ്ഞ് പർദിവാല നീട്ടി അങ്ങ് എഴുതി. ഞാനത് വിശദമായിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ പർദിവാലയെ ഈ മദ്രാസ് ഹൈക്കോടതി കയറി പിടിച്ചു. ഭദ്രകാളിയെ പിശാച് പിടിച്ചു എന്ന് കേട്ടിട്ടില്ല, അതുപോലെ ഈ പർദിവാല പാസ്സാക്കി വിട്ട ആക്ട് അത് സ്റ്റാലിൻ ആക്റ്റായിട്ട് പ്രഖ്യാപിച്ചു, നടപ്പിലായി. ഈ ആക്ട് മെരിറ്റിൽ ഒരാൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വഴി BJPയുടെ ഒരാളാണ് വെങ്കടാചലപതി. വെങ്കടാചലപതി ഹൈക്കോടതിയിൽ ഈ 10 ആക്റ്റും 10ഉം യൂണിവേഴ്സിറ്റി ആക്റ്റാണ്. സംഭവം ഇത്ര കേരളത്തിലെ പോലെ തന്നെ ഗവർണർക്ക് വൈസ് ചാൻസലറെ അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല, ആ അധികാരം മുഖ്യമന്ത്രി അങ്ങ് എടുക്കുന്നു. ഇതാണ് സംഭവം ചുരുക്കത്തിൽ. ഗവൺമെൻറ്റിൽ ഈ അധികാരം ഗവർണറിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് വരുന്നു. ഈ മനുഷ്യൻ കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്തിട്ട് ചോദിച്ചു, ആരെ ഈ ഗവൺമെൻറ്? ഗവൺമെൻറ് ആരാന്ന് വെച്ചാൽ ഗവർണറാണ്. കാരണം നിങ്ങൾ കണ്ടു കാണുമല്ലോ, കേരള ഗവർണർക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോഴിക്കോട് പരസ്യത്തിൽ കാണുന്നതല്ലേ, ദർഗാസ് പരസ്യം, അത് ഇത് നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നതിലൊക്കെ കേരള ഗവർണർക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നെടുമങ്ങാട്, കേരള ഗവർണർക്ക് വേണ്ടി ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറി റവന്യൂ വകുപ്പ്, ഇങ്ങനെയാണ് ഉത്തരവിറക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവർണറാണ്. അപ്പോൾ വീണ്ടും ഈ സാധനം ഗവർണറുടെ അടുത്ത് പോകണം. ഏത്? വൈസ് ചാൻസലറെ അപ്പോയിൻ്റ് ചെയ്യുന്ന അധികാരം ഗവർണർക്കാകും. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഈ സാധനമൊക്കെ. UGC ചട്ടത്തിൽ മറ്റേ സെർച്ച് കമ്മിറ്റി അത് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും സ്റ്റാലിന് ബാധകമല്ല, അയാളാക്കി എടുത്ത് കളഞ്ഞു. ഇപ്പോൾ UGC ചട്ടത്തിന് വിരുദ്ധമായിട്ട് ഒരു സ്റ്റേറ്റിൽ ആക്ട് പാസ്സാക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. കോടതി ഈ 10 ആക്റ്റും അങ്ങോട്ട് സ്റ്റേ ചെയ്തു. ഇൻ്ററിം സ്റ്റേ ആണ്. ഡീറ്റെയിൽസ് പിന്നെ നോക്കാം. കാരണം സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യനാണ് ഈ പെറ്റീഷണർ റേസ് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഇൻഡയറക്റ്റ്ലി പർദിവാലയ്ക്കായിട്ടുള്ള ഒരടിയാണ്. പർദിവാല ആക്ടിൻ്റെ മെറിറ്റിലേക്ക് പോയിട്ടില്ല. ആക്ടിന് ഗവർണറുടെ ഒപ്പ് വേണോ വേണ്ടയോ ഇതാണ് പർദിവാല നോക്കിയത്, അല്ലാതെ ആക്ടിൻ്റെ കണ്ടൻറ്റ് നോക്കിയില്ല. ബട്ട് ഫലത്തിൽ സംഭവിച്ചത് എന്താ? പർദിവാല ആക്ടിൻ്റെ കണ്ടൻറ്റ് നോക്കിയില്ല, നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റാലിൻ ഇത് നോക്കണമല്ലോ, നോക്കിയില്ല. ആവേശം കയറിയിട്ട് ആക്ട് അങ്ങോട്ട് നോട്ടിഫൈ ചെയ്തു. അതിൽ ഹൈക്കോടതി കയറി ചവിട്ടി. ഫലത്തിൽ പർദിവാലയുടെ കരണം തളിച്ച പോലെയായി. അങ്ങനെ പർദിവാലയ്ക്കും തട്ട് കിട്ടി. അത് പർദിവാലയുടെ താഴെയുള്ള മദ്രാസ് ഹൈക്കോടതി. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഇൻറ്ററിം ഓർഡർ സ്റ്റേ ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റേ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റും, വെറുതെ ചലഞ്ച് ചെയ്യാം. സുപ്രീം കോടതിക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല, കാരണം ഒരു സ്റ്റേ ഓർഡറാണ്. സ്റ്റേ ഓർഡർ എങ്ങനെ സ്റ്റേ പോയിട്ട് സുപ്രീം കോടതി വെക്കേറ്റ് ചെയ്യാൻ ഇല്ല. സുപ്രീം കോടതി പറയും ശരി, അതിൻ്റെ മുഴുവൻ വാദം കേൾക്ക്, എന്നിട്ട് നിങ്ങൾ അപ്പീൽ വാ, അല്ലാതെ സ്റ്റേയിൽ ഇടപെടാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നേ പറയുള്ളൂ. ബട്ട് ഇനിയിപ്പോൾ ഈ സാധനം വീണ്ടും പർദിവാലയുടെ ബെഞ്ചിലാണ് ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യണമെന്ന് പോയി കഴിഞ്ഞാൽ ഒരു വാശിക്ക് പർദിവാല കയറി സ്റ്റേ വെക്കേറ്റ് ചെയ്യാനും മതി. സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കൂടാൻ നിയമമൊന്നുമില്ല. ബട്ട് ജനറലി ഹൈക്കോടതി ഒരു സ്റ്റേ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ, വല്ലവൻ്റെ പ്രാണം പോകുന്ന കേസൊക്കെയാണ് സുപ്രീം കോടതി ഇടപെടും. ആരെങ്കിലും തൂക്കിക്കൊല്ലാൻ പോകുന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ഇടപെടുക. അതല്ലാതെ സാധാരണഗതിയിൽ ഹൈക്കോടതി ഒരു പെറ്റീഷൻ വന്ന് അവരൊരു സ്റ്റേ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേ ഓർഡർ വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഓടി സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ല. ഇതാണ് സാധാരണഗതി. പർദിവാലയ്ക്ക് പിന്നെ ഇതൊന്നും ബാധകമല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് എന്തെങ്കിലും കയറി ഇടപെടാം. 142 എന്നുള്ള ആയുധമുണ്ട്. അപ്പോൾ അതാണല്ലോ പർദിവാലയുടെ ഒരു സ്ട്രെങ്ത്, അതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പർദിവാലയുടെ കയ്യിൽ വീണ്ടും ഇത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേ വെക്കേറ്റ് ചെയ്തു എന്ന് വരും. അതല്ലെങ്കിൽ
പർദിവാലയ്ക്ക് ഇതൊരു സെറ്റ് ബാക്ക് തന്നെയാണ്. ചുരുക്കത്തിൽ മദ്രാസ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും മാറ്റങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ഈ നമ്മളുടെ തുർക്കിയുടെ കേസ് പോലെ സെലിബി ഗ്രൗണ്ട് ഹാൻഡ്ലിങ്, ഈ എയർപോർട്ടിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്, സെലിബി കൊണ്ടുപോയി കേസ് കൊടുത്തു. ഞങ്ങൾക്ക് നോട്ടീസും ഇല്ല, മണ്ണാങ്കട്ടയില്ല, ഞങ്ങളെ പിരിച്ചുവിട്ട് ചേട്ടാ, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇവരെ ഒരു നിമിഷം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അല്ല ഞങ്ങളെ പിരിച്ചുവിടുമ്പോൾ ഞങ്ങൾക്ക് നോട്ടീസ് തരണ്ടേ, അടുത്ത 15-ാം തീയതിക്കകം നിങ്ങൾ മറുപടി തന്നില്ലെങ്കിൽ നിങ്ങളെ കോൺട്രാക്റ്റ് നിർത്തിവയ്ക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെ അറിയിക്കണ്ടേ. അപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു നിങ്ങളെ അറിയിച്ചാൽ ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾ വല്ല വേണ്ട അതിനും കാണിച്ചാൽ ആര് സമാധാനം പറഞ്ഞിടൂ. നിങ്ങൾ എയർപോർട്ട് കൈകാര്യം ചെയ്യുന്നത് വലിയ അപകടമാണെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത്. വലിയ അപകടം ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ടീസ് തന്നു കഴിഞ്ഞാൽ ആ നോട്ടീസ് പീരീഡിൽ നിങ്ങൾ അപകടം ചെയ്യില്ല എന്ന് ആരറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് വീണ്ടും മാറ്റി വച്ചിരിക്കുകയാണ് കേസ്. ഇങ്ങനെയൊന്നും സാധാരണ ചെയ്യുന്നതല്ല. സാധാരണ ഡൽഹി ഹൈക്കോടതി, സുപ്രീം കോടതി, മദ്രാസ് ഹൈക്കോടതി കുറച്ചുകൂടെ ഭേദമാണ് കേട്ടോ. എന്നാലും പെട്ടെന്നൊന്നും അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നവരല്ല. പക്ഷേ അവരിടപെട്ട് തുടങ്ങിയിരിക്കുന്നു. കാരണം തലയിൽ മിസൈൽ വീഴും എന്നുള്ള പേടി ജഡ്ജിമാർക്കും ഉണ്ടായിക്കഴിഞ്ഞു. ജഡ്ജിമാരെ പാഠം പഠിപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? വസ്തുത അതാണ്. കാരണം നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്, BR ഗവായ്, അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം മുംബൈയിൽ ചെയ്ത ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു രാജ്യസുരക്ഷ കോടതികൾക്കും ബാധകമാണ്. നേരത്തെ കോടതികൾ പെരുമാറിക്കൊണ്ടിരുന്നത് രാജ്യസുരക്ഷയും പട്ടാളവും മണ്ണാങ്കട്ടയും ഒന്നും ഞങ്ങൾക്കറിയണ്ട, ഞങ്ങൾ ഇതിൻ്റെയൊക്കെ മേലെയാണ്, യുണൈറ്റഡ് നേഷൻസ് പോലെയാണ് കോടതി പെരുമാറിക്കൊണ്ടിരുന്നത്. ഗവായി പറഞ്ഞു അങ്ങനെ യുണൈറ്റഡ് നേഷൻസ് ഒന്നും കളിക്കണ്ട, ജഡ്ജിമാർ ഇന്ത്യൻ പൗരനാണ്, ഭാരതം നിലനിന്നാലേ സുപ്രീം കോടതി നിലനിൽക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ സുപ്രീം കോടതിയെ പട്ടി കടിച്ചുകൊണ്ട് പോകും. ഈ സിഗ്നൽ പാകിസ്ഥാനിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഇത്രയും നേരം കിടന്ന് ഇത്രയും നാൾ നിലവിളിച്ചിട്ട് ആരെങ്കിലും കേട്ടോ? ഇല്ല. പാകിസ്ഥാൻ ഒരൊറ്റ മിസൈൽ കൊണ്ട് 7-ാം തീയതി രാത്രി 2:22 അവൻ്റെ വീഡിയോ കൊണ്ട് സുപ്രീം കോടതിയെ ഒരു പാഠം പഠിപ്പിച്ചു. വിധി വൈപരീത്യം എന്നല്ല അത് എന്ത് പറയാൻ. താങ്ക് യു.